ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു ചെറിയ സന്ദേശം നിങ്ങളോട് കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്, നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. എക്കാലത്തും ദൈവസ്നേഹം വ്യത്യസ്തമായ തലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പൗലോസിൻ്റെയും ശിലാസിൻ്റെ ജീവിതത്തിലുള്ള ഒരു ദൈവിക വിടുതൽ നമുക്ക് ദർശിപ്പാൻ കഴിയും. ആസ്യയിൽ വളരെ ശക്തമായ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തി വരവേ പരിശുദ്ധാത്മാവ് ഇടപെട്ടതിനനുസരിച്ച് വ്യക്തമായ ദൈവിക ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ പൗലോസും ശീലാസും മാസിഡോണിയയിലേക്ക് കടന്നു വരുന്നു. നമുക്കറിയാം, യൂറോപ്പിലേക്കുള്ള അവിടെ യാത്രയിൽ അവൻ്റെ ജീവിതത്തിൽ വന്ന ചില പ്രതിസന്ധികളുടെ നടുവിൽ കാരാഗൃഹത്തിൽ അവർ അകപ്പെട്ടു. ഒരു സ്ത്രീയുടെ ദുരാത്മാവിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി അവർ പ്രയത്നിക്കുമ്പോൾ കാരാഗൃഹത്തിൽ അവർ അകപ്പെട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ഒത്തിരി കഷ്ടതകൾ അവരുടെ ജീവിതത്തിൽ വന്നു. ആ കഷ്ടതകളുടെ വെളിച്ചത്തിൽ യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. ജീവിതത്തിൻ്റെ കഷ്ടതയുടെ നടുവിൽ അവർ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ദൈവികമായ ഒരു സുഖവും ഒരു ആശ്വാസവും അനുഭവിച്ചതിൻ്റെ വെളിച്ചത്തിൽ പാട്ടുപാടി അവർ ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായിത്തീർന്നു. ദൈവിക വിടുതൽ ആ സമയത്ത് അവിടെ മേൽ വെളിപ്പെടുകയാണ്. അന്ന് വരെ കാരാഗൃഹത്തിൻ്റെ അകത്ത് മുഴങ്ങി നിന്നിരുന്ന ശബ്ദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുന്ന, സ്തോത്രം ചെയ്യുന്ന, ആരാധിക്കുന്ന ശബ്ദം ഉയർന്നു വന്നപ്പോൾ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. അക്ഷരികമായി പറഞ്ഞാൽ കാരാഗൃഹം തുള്ളുന്നത് പോലെ, കാരാഗൃഹം സന്തോഷിക്കുന്നത് പോലെ ഒരു അനുഭവം അവിടെ വെളിപ്പെടുന്നു. അന്ന് രാത്രിയിൽ ദൈവിക വിടുതൽ അവിടെ വെളിപ്പെട്ട് വരികയാണ്. പെട്ടെന്ന് ദൈവദാസന്മാർ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു, വാതിലൊക്കെ തുറന്നു പോകുന്ന അസാധാരണമായ കാഴ്ചയാണ് കാണുന്നത്. തുറക്കപ്പെട്ട വാതിലിലൂടെ അവർ ഓടി രക്ഷപ്പെടുന്നില്ല. പിന്നെയോ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ. ഇന്ന് രാത്രി തുറക്കപ്പെടുന്ന വാതിലുകൾ എല്ലാം നമുക്ക് ഓടി രക്ഷപ്പെടുവാനല്ല, ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടുവാനുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം തൻ്റെ ദാസന്മാരെ അതിനകത്താക്കിയതിൻ്റെ പിന്നിൽ ദൈവം ആഗ്രഹിച്ച ഒരു പദ്ധതിയുണ്ട്. അതിനകത്ത്, ആ പ്രതിസന്ധികൾക്കകത്ത് ചിലർ ദൈവസ്നേഹം തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അന്ന് ആ കാരാഗൃഹ പ്രമാണി മരിക്കേണ്ട ഒരു സാഹചര്യമാണ്. ആ കുടുംബത്തെ യേശു രക്ഷിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയ ദൈവ പൈതലെ, ഈ ചെറിയ സന്ദേശത്തിലൂടെ നിങ്ങളോട് ഞാൻ കൈമാറുവാൻ ആഗ്രഹിക്കുന്നത്, ഈ അപ്പോസ്തലന്മാർ അവർ സാധാരണ ആരും ചെയ്യാത്ത ഒരു കാര്യം, അർദ്ധരാത്രിയിൽ അവർ ദൈവത്തെ സ്തുതിച്ചു. നിങ്ങളുടെ ജീവിതം ഒരു സ്പെഷ്യലായി മാറുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ടൈം ഉണ്ടായിരിക്കണം. ദൈവത്തെ ആരാധിക്കുന്നതിൽ, ദൈവത്തെ പ്രാർത്ഥിക്കുന്നതിൽ ആരും ചിന്തിക്കാത്ത, ആരും പ്രതീക്ഷിക്കാത്ത ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഒരുപക്ഷെ ജീവിതത്തിൻ്റെ അർദ്ധരാത്രികളാകാം, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളാകാം, നിങ്ങളെ വിടുവിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നും ഇല്ല. ആ കഷ്ടതയുടെ മധ്യേ ഈ പ്രശ്നങ്ങൾ മാറട്ടെ എന്നവർ കരുതിയില്ല. അവർ അതിൻ്റെ നടുവിൽ ദൈവത്തെ ആരാധിച്ചു, പാടി ദൈവത്തെ സ്തുതിച്ചു. അവരുടെ വിടുതൽ മാത്രമല്ല, കാരാഗൃഹ പ്രമാണിയും കുടുംബവും ജീവനുള്ള ദൈവത്തെ അറിയുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് ഈ സന്ദേശത്തിലൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവസ്നേഹത്തിൻ്റെ യഥാർത്ഥമായ വിടുതൽ. ദൈവത്തിന് വേണ്ടപ്പെട്ടവരാണ് പൗലോസും ശീലാസും. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ഇവർ മാത്രം വിടുവിക്കപ്പെടുക എന്നുള്ളതല്ല. ദൈവം ആഗ്രഹിക്കുന്നത് അതിനകത്ത് ചിലർ കൂടെ വിടുവിക്കപ്പെടണം. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ വിടുതൽ മാത്രമല്ല, അനേകർ നിങ്ങളിലൂടെ വിടുവിക്കപ്പെടുവാൻ, അനേകർ നിങ്ങളിലൂടെ ഈ രക്ഷയിലേക്ക് വരുവാൻ, അനേകർ നിങ്ങളിലൂടെ ദൈവസ്നേഹത്തിലേക്ക് വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. ദൈവം സഹായിക്കട്ടെ. ആമേൻ.